നമസ്കാരം ഗൈസ്, 2 ദിവസം മുന്നെയാണ് വിവോ T3 5G ഇറങ്ങിയത്. അത്യാവശ്യം നല്ല ഫോണാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, കുറച്ച് ക്യാമറ അത്യാവശ്യം നല്ലതാണ്, പക്ഷേ ചില ഡിസഡ്വാൻറ്റേജസ് അവിടെയും വരുന്നുണ്ട്. പക്ഷേ പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഡിസ്പ്ലേ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, സോഫ്റ്റ്വെയർ, ഓവറോൾ ഡിസൈൻ, കാര്യങ്ങളൊക്കെ നല്ലതാണ് എന്നതാണ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അത്യാവശ്യം നല്ല പ്രൈസിങ്ങിലാണ് വന്നിരിക്കുന്നതും. ഒരു വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം വാല്യൂ ഫോർ മണി എന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് വിവോ ഇപ്രാവശ്യം T3 ഇറക്കിയിരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയാം. ബോക്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് വരുന്നത് ബോക്സ് ആൻഡ് പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോക്സിൻ്റെ അകത്ത് വരുന്നത് TPU കേസ് വരുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക് കേസാണ്. 44 വാട്ട്സിൻ്റെ ചാർജിങ് വരുന്നുണ്ട്, ചാർജിങ് ബ്രിക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു Type A to Type C കേബിളും വരുന്നുണ്ട്. പ്രൈസ് നോക്കുവാണെങ്കിൽ 8,128ൻ്റെ പ്രൈസാണ് 20,000 രൂപ. 8,256ൻ്റെ പ്രൈസാണ് 22,000 രൂപ. 2,000 രൂപ ഓഫർ നിങ്ങൾക്ക് ബാങ്കിൻ്റെ കിട്ടുന്നുണ്ട്, ICICI, HDFC ഏതൊന്നും കിട്ടുന്നുണ്ട്. ആൻഡ് എഫക്റ്റീവ് പ്രൈസ് 18,000 രൂപ, 8,128. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 20,000 രൂപയ്ക്ക് എഫക്റ്റീവ് പ്രൈസിൽ 8,256 എടുക്കുക എന്നാണ് ഞാൻ പറയുക. 128 ഈ ഒരു കാലഘട്ടത്തിൽ ഇനഫ് ആവാൻ സാധ്യതയില്ല. 256 ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി കളേഴ്സ് നോക്കുകയാണെങ്കിൽ കോസ്മിക് ബ്ലൂ, ക്രിസ്റ്റൽ ഫ്ലേക്ക് എന്ന് പറയുന്ന 2 കളർ വേരിയൻസിലാണ് വരുന്നത്. ഡിസൈൻ നോക്കുന്ന സമയത്ത് ക്രിസ്റ്റൽ ഫ്ലേക്കിൻ്റെയാണ് അവർ മെയിൻലി എടുത്ത് കാണിക്കുന്നത്. മറ്റേ ഒരു ബ്ലൂ എന്നാണ് പറയുന്നതെങ്കിൽ ഒരു ബ്ലാക്ക് സംഭവമാണ്. ആ ബ്ലൂവിൻ്റെതൊരു നോർമൽ മാറ്റ് ഫിനിഷുള്ള പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിംസ് ആണ് വരുന്നത് 2 കളർ വേരിയൻസിനും. പക്ഷേ ആ ഒരു വെള്ള കളർ നമുക്ക് എടുപ്പ് നിൽക്കുന്നതിന് ഡിസൈന് നോക്കുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. മാറ്റ് ഫിനിഷാണ്, ബാക്കിൽ ഫിംഗർ പ്രിൻറ്റ്സ് സ്മഡ്ജസ് ഒന്നും വരത്തില്ല. 188 ഗ്രാമാണ് വെയിറ്റ്, 7.95 mm ആണ് തിക്നെസ് വരുന്നത്. IP54ൻ്റെ സ്പ്ലാഷ് പ്രൂഫാണ്. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ വെള്ളം തെറിച്ചാലൊന്നും കുഴപ്പമുണ്ടാവില്ല. 3.5 mm ഓഡി ജാക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ല, സോ പ്ലഗ് ആൻഡ് പ്ലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് SD കാർഡിൻ്റെ സ്ലോട്ട് കിട്ടുന്നുണ്ട്, അതായത് ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ഒരു സമയത്ത് ഒന്നെങ്കിൽ 2 സിം കാർഡ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു രീതിയിൽ. ഇനി ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക് ടു ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ. ഞാനാണ് അമർനാഥ് കൂടുതൽ. നിങ്ങളേണ്ട നമുക്ക് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ചാനലിലെ ബെല്ലേക്ക് അമർത്താനും ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ നമുക്ക് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള മാത്രം കണ്ടൻറ്റാണ്. ഞാനിനി കണ്ടൻറ്റ് ഇഷ്ടംപോലെ ഇട്ടുകൊണ്ടിരിക്കും, സോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് ബാക്കി കിടക്കാം. ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD+ ഫ്ലാറ്റ് ആമോലെഡ് സ്ക്രീനാണ്, കർവ്ഡ് അല്ല, ഫ്ലാറ്റ് ആമോലെഡ് സ്ക്രീന്. അതിൻ്റെ ബെസൽസ് വലിയ കുഴപ്പമില്ല, അതായത് മുകളിലും സൈഡിലുള്ള ബെസൽസ് നല്ല ഐഡൻറ്റിക്കലാണ്, സിമെട്രിക്കലാണ്, നല്ല രസമുണ്ട് കാണാൻ. സെൻറ്റർ പഞ്ച് ഹോളൊക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. താഴെയുള്ളത് ഒരു ആവറേജ് ചിഹ്നമാണ്, വലിയ കുഴപ്പമില്ല. ആൻഡ് 120 Hz റിഫ്രഷ് റേറ്റ്, 1200 Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ഗെയിമിങ്ങിൻ്റെ സമയത്ത് നല്ല രസമുണ്ടാവും. ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ നല്ല രീതിയിൽ റെസ്പോൺസ് റേറ്റ് ഉണ്ടാവും. 1800 nits പീക്ക് ബ്രൈറ്റ്നസ്, HDR 10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, സോ അതിലുള്ള പീക്ക് ബ്രൈറ്റ്നസ് ആണ് 1800 nits. സ്ക്രീനിൻ്റെ 1% ഓഫ് സ്ഥലത്ത് മാത്രം HDR കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബ്രൈറ്റ്നസ് വേണ്ട സ്ഥലത്ത് കാണിക്കുന്ന ബ്രൈറ്റ്നസ് ആണ് 1800 nits പീക്ക് ബ്രൈറ്റ്നസ്. അല്ലാത്ത പക്ഷം ഹൈ ബ്രൈറ്റ്നസ് മോഡ് അത്യാവശ്യം എത്രയെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അത്യാവശ്യം ബ്രൈറ്റ്നസ് എന്തായാലും ഉണ്ട്, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. DCI-P3 കളർ ക്യാമറ്റിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, SGS IKRൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഇനി സ്പീക്കേഴ്സ് നോക്കുകയാണെങ്കിൽ USB സ്പീക്കേഴ്സ് വരുന്നുണ്ട്, നല്ല കാര്യം. സ്പീക്കറും അത്യാവശ്യം നല്ല സ്പീക്കർ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നല്ലതാണ്, നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിലും വലുതായിട്ട് കുറ്റം പറയാനൊന്നുമില്ല, കാരണം MediaTek Dimensity 7200 5G ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ഒരു ലേറ്റസ്റ്റ് ചിപ്സെറ്റ് തന്നെയാണ്. നമ്മൾ IQ Z9 കണ്ട സെയിം ചിപ്സെറ്റ്. LPDDR4X UFS 2.2, UFS 3.1 കൊടുക്കാമായിരുന്നു, ഒരു 2.2 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 7,22,000 പുറത്ത് AnTuTu സ്കോർ ടെസ്റ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. കമ്പനി പറയുന്നത് 7,30,000 പുറത്താണ്, പക്ഷേ ടെസ്റ്റഡ് ആയിട്ട് 7,22,000 പുറത്ത് കിട്ടുന്നുണ്ട്. സോ നല്ലൊരു AnTuTu സ്കോറാണ്. AnTuTu സ്കോർ മാത്രമല്ല, ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ലിറ്ററലി നോ ത്രോട്ട്ലിംഗ്, നോ CPU ത്രോട്ട്ലിംഗ് എന്നാണ് 30 മിനിറ്റിൻ്റെ ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ കാണാൻ സാധിച്ചത്. 2.8 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡൊക്കെ ഉള്ള ചിപ്സെറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പവറും കിട്ടും. സോ 20,000 രൂപയ്ക്ക് ഗെയിമിംഗ് ഫോണാണോ എന്ന് ചോദിച്ചാൽ ഗെയിമിങ്ങിനും നമുക്ക് ഉപയോഗിക്കാം. കാരണം PUBG ന്യൂ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഹൈ സെറ്റിങ്സിൽ, അതായത് PUBG ന്യൂ സ്റ്റേറ്റിൽ അൾട്രാ സെറ്റിങ്സിൽ 90 FPS നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ബാറ്ററി സെക്ഷൻ കൂടി നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി, 44 വാട്ട്സിൻ്റെ ചാർജിങ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാർജിങ് സ്പീഡ് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 67 വാട്ട് കിട്ടാനുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ അതിലേക്ക് സ്വിച്ച് ചെയ്യാം. പക്ഷേ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് ഇവിടെ കിട്ടുന്നുണ്ട്, 44 വാട്ട്, അതും ബോക്സിൽ പെട്ടിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി OSനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ Fun Touch OS 14 ആണ് നിങ്ങൾക്ക് വരുന്നത്, ബേസ്ഡ് ഓൺ Android 14. ലേറ്റസ്റ്റ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, പിന്നെ 3 വർഷത്തിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. നിങ്ങൾക്ക് Android 15 16 കിട്ടും. 3 വർഷം കൊടുക്കണമായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ, പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം തരുന്നുണ്ട്.
ബഗ്ഗും കാര്യങ്ങളും വെറുപ്പിക്കലൊന്നുമില്ല. പക്ഷേ ബ്ലോട്ട് വെയർ, ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ, ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും നിങ്ങൾക്ക് കളയാൻ പറ്റും, എടുത്ത് കളയാൻ പറ്റും. സോ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ബ്ലോട്ട് വെയർ അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. കുറച്ച് ആഡ്സ് എവിടേക്കോ സഹിക്കണം എന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും അതും നമുക്ക് മാനേജബിൾ ആണ്. സോ അത് കാരണം നമുക്ക് ഈ ഫോൺ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ നല്ല ഫോണാണ്. ആ ഒരു സോഫ്റ്റ്വെയറും നല്ലതാണ്. ഇനി 8GB വിർച്വൽ റാം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്, ഫേസ് അൺലോക്ക് വരുന്നുണ്ട്, സെൻസേഴ്സൊക്കെ വരുന്നുണ്ട്, Wi-Fi 5, ഡ്യുവൽ ബാൻഡ് വൈഫൈ കോളിങ്ങൾ, ബ്ലൂടൂത്ത് വെർഷൻ 5.3 വരുന്നുണ്ട്, 8 5G ബാൻഡ്സ് വരുന്നുണ്ട്. പക്ഷേ 4G or 5G കാരിയർ അഗ്രിഗേഷൻ്റെ സപ്പോർട്ട് വരുന്നില്ല. ഡ്യുവൽ 4G വോൾട്ടി വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്യാമറ സെറ്റപ്പിനെ കുറിച്ച്, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. 50 മെഗാപിക്സലിൻ്റെ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ടുള്ള സോണി IMX882 സെൻസറാണ് കിട്ടുന്നത്. എക്സലൻറ്റ് പ്രൈമറി ക്യാമറ. പക്ഷേ രണ്ടാമത് നിങ്ങൾക്ക് കിട്ടുന്നത് 2 MB ഒരു ഡെപ്ത് സെൻസർ അല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് സെൻസറാണ്. ഒരാവശ്യമില്ലായിരുന്നു. മൂന്നാമതായിട്ട് കിട്ടുന്നത് ഒരു ഫ്ലിക്കർ സെൻസറാണ്. എന്തിനാന്ന് പോലും അവർ മര്യാദയ്ക്ക് പറഞ്ഞിട്ടില്ല. ഇനി ഈ ലാസ്റ്റത്തെ 2 ക്യാമറ ഒഴിവാക്കി വെച്ചാൽ ഒരു സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ഒരു ഡിസൈൻ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൽ നല്ല 2 ക്യാമറയും കൂടി വെച്ചിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ. അൾട്രാ വൈഡ് കൊടുക്കാമായിരുന്നു, സീരിയസ്ലി കൊടുക്കാമായിരുന്നു. എന്തിനത് കൊടുക്കാണ്ടിരിക്കേണ്ട ആവശ്യം എനിക്കറിയില്ല. 100-250 രൂപയുടെ ഡിഫറൻസേ അവർക്ക് വരുള്ളൂ. എനിക്കറിയാൻ പാടില്ല അൾട്രാ വൈഡ് എന്തിനെടുത്ത് ഒഴിവാക്കിയത്. ഇനി നിങ്ങൾക്ക് അൾട്രാ വൈഡ് നിർബന്ധമില്ല എന്നുണ്ടെങ്കിൽ, അൾട്രാ വൈഡ് ഒരു വിഷയമല്ല എനിക്ക് എന്നുണ്ടെങ്കിൽ എക്സലൻറ്റ് ക്യാമറ സെറ്റപ്പാണ്. കാരണം മുമ്പിൽ നിങ്ങൾക്ക് 16 മെഗാപിക്സലിൻ്റെ സാധാരണ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നതെങ്കിൽ പോലും നല്ല സാമ്പിൾസാണ് ഞാൻ കണ്ടെടുത്തോളം. കാരണം നിങ്ങൾക്ക് ലോ ലൈറ്റിലായാലും ശരി, പോർട്രേറ്റ് എടുക്കുന്നതായാലും ശരി, സെൽഫി ക്യാമറ സാമ്പിൾസ് ആയാലും ശരി, നല്ല സാമ്പിൾസാണ് കണ്ടെടുത്തോളം. സോ നല്ല ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, അതൊരു നല്ല കാര്യം തന്നെയാണ്. 4K 60 ഇല്ല, 4K 30 FPS ആണ് നിങ്ങൾക്ക് ബാക്കിലെ പ്രൈമറി ക്യാമറ റെസൊല്യൂഷൻ. ഫ്രണ്ടിൽ നിങ്ങൾക്ക് 16 മെഗാപിക്സലേ ഉള്ളൂ. ഒബ്വിയസ്ലി 1080p at 30 FPS. ഇനി ഓവറോൾ എൻ്റെ കൺക്ലൂഷൻ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറ, പ്രൈമറി ക്യാമറ. അൾട്രാ വൈഡ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് അൾട്രാ വൈഡ് വേണ്ട എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈമറി ക്യാമറ, ഏകദേശം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ്, നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ്, ഗെയിമിംഗ് ഒക്കെ പറ്റും, നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, ഡിസൈനും കൊള്ളാം. ഇനി 20,000 രൂപ വിത്ത് ഓഫർ നിങ്ങൾക്ക് മുടക്കാമെങ്കിൽ 20,000 രൂപ മുടക്കിയാൽ മതി. അങ്ങനെ ഓൾ അറൗണ്ട് നോക്കുവാണെങ്കിൽ നല്ലൊരു സെറ്റപ്പിലാണ് ഈ ഫോൺ ഇറങ്ങിയത്, ഞാൻ എന്തായാലും ഉറപ്പിച്ച് പറയും. സോ നിങ്ങൾക്ക് എടുക്കേണ്ടവർക്ക് എടുക്കാം. ആ ഒരു അൾട്രാ വൈഡിൻ്റെ കാര്യം മനസ്സിൽ വെച്ചാൽ മതി. വേറെ ഒന്നും ഞാൻ അധികം കണ്ടില്ല. ഇനി ഇത്ര തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. ഇത്രയും നേരം കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് സൈഡിലെ ബെല്ലേക്ക് നോർത്താൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഒക്കെ പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും സ്റ്റേ സേഫ്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്. ബൈ.